എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പല പുരുഷന്മാർക്കും ഉള്ള ഒരു സംശയമാണ് എന്തുകൊണ്ടാണ് താൻ സ്നേഹിക്കുന്ന പെൺകുട്ടി മനസ്സിൽ അവൾക്ക് തന്നോട് ഒരുപാട് ഇഷ്ടമുണ്ട് എന്ന് തനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അവൾ എന്തുകൊണ്ടാണ് തന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം ഒരിക്കൽ പോലും തുറന്നു പറയത്തുമില്ല, അത് തുറന്ന് സമ്മതിക്കത്തുമില്ല. തന്നെയുമല്ല, ഒരു പരൽ മീനെ പോലെ എപ്പോഴും ഈ റിലേഷൻഷിപ്പിൽ അവൾ വഴുതി പോകുന്നു. താൻ ചെയ്യും തോറും കൂടുതൽ അകന്നു പോകുന്നതായിട്ടൊക്കെ തോന്നുന്നു. അപ്പം ഈ കേസുകളിൽ എന്താണ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഇതൊന്നും തുറന്നു പറയാതെ ഇങ്ങനെ വഴുതി പോകാനായിട്ട് ശ്രമിക്കുന്നത്? ഇതൊക്കെ അത് എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ? അപ്പം ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ പുരുഷന്മാരുടെ പലരുടെയും ഒരു സംശയമാണ്. അപ്പോൾ ഇതിനുള്ള ഉത്തരവായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് തരാനായിട്ട് മറക്കരുത്. ഒന്നാമതായിട്ട്, പെൺകുട്ടികൾ ഇങ്ങനെ തങ്ങളുടെ മനസ്സിലുള്ള ഇഷ്ടം തുറന്നു പറയാത്തതിൻ്റെ ഒരു കാരണം, അതും അല്ലെങ്കിൽ സ്നേഹബന്ധങ്ങളിലൊക്കെ ഇങ്ങനെ പരൽ മീനെ പോലെ പിടികൊടുക്കാതെ വഴുതി പോകുന്നതിൻ്റെയൊക്കെ ഒരു കാരണം അവരെക്കുറിച്ച് സൊസൈറ്റിക്കുള്ള ചില എക്സ്പെക്റ്റേഷൻസ് ആണ്. അപ്പോൾ സോഷ്യൽ ആൻഡ് കൾച്ചറൽ എക്സ്പെക്റ്റേഷൻസ് കൊണ്ടാണ് പലപ്പോഴും അവർക്ക് തങ്ങളുടെ ഒരു ഇഷ്ടം പോലും തുറന്നു പറയാൻ സാധിക്കാതെ വരുന്നത്. അതായത് സമൂഹത്തിനൊരു ധാരണയുണ്ട്, പെൺകുട്ടികളായാൽ ഇങ്ങനെ വേണം, അങ്ങനെ വേണം, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, ഇന്ന കാര്യങ്ങളിൽ ഇടപെടാൻ പാടില്ല, അല്ലെങ്കിൽ റൊമാൻറ്റിക് റിലേഷൻഷിപ്സുകളിൽ അവരായിട്ട് ആരുടെയും പുറകെ പോകാൻ പാടില്ല, പുരുഷൻ വേണം അവരെ ചേസ് ചെയ്ത് പുറകെ വരാൻ, പുരുഷൻ വേണം ഫസ്റ്റ് മൂവ് എടുക്കാൻ, പുരുഷൻ വേണം ആദ്യമേ അവളോട് ഇങ്ങനെ ഐ ലവ് യു പറയാൻ, അല്ലാതെ അവളായിട്ട് ആ രീതിയിൽ അങ്ങോട്ട് പോയി ആരെയും പ്രപ്പോസ് ചെയ്യാനൊന്നും പാടില്ല. അപ്പം അങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ അർത്ഥം ആ പെണ്ണൊരു ഇളക്കക്കാരിയാണ്, അല്ലെങ്കിൽ അവൾ ഇങ്ങനെ സന്മാർഗത്തിൽ നടക്കുന്നവളല്ല, മോശം പെൺകുട്ടിയാണ്. അപ്പോൾ അവളുടെ സ്വഭാവമാണ് ഇങ്ങനെ കാണുന്ന പുരുഷന്മാരെയൊക്കെ ആകർഷിച്ച് വശീകരിച്ച് വീഴ്ത്തുക എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള പെണ്ണുങ്ങളെ മോശമാണ് എന്നൊക്കെയുള്ള രീതിയിൽ സമൂഹം ഒരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആൺകുട്ടികളെ പോലെയല്ല, അവർക്ക് സമൂഹം തങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് വളരെയധികം ഉത്കണ്ഠയുള്ളവരാണ്, ഭയമുള്ളവരാണ്. അപ്പോൾ ഈ ഒരു ഭയമുള്ളത് കൊണ്ട് തന്നെ അവർക്ക് പേടിയാണ്. ഇപ്പോൾ താൻ ഈ സംസാരിക്കുന്ന പുരുഷൻ, അല്ലെങ്കിൽ താൻ ഈ പുരുഷനെ കയറി പ്രപ്പോസ് ചെയ്താൽ ആ പുരുഷൻ തന്നെ തെറ്റിദ്ധരിക്കുമോ, തന്നെ ഇതുപോലെ ഒരു ഇളക്കക്കാരിയായിട്ട് കരുതുമോ, അല്ലെങ്കിൽ തന്നെ ഒരു മോശം പെൺകുട്ടിയായിട്ട് കരുതുമോ എന്നൊക്കെയുള്ള വലിയൊരു ആകുലതയും ഉത്കണ്ഠയും ഈ പെൺകുട്ടിയുടെ മനസ്സിലുണ്ട്. തന്നെയല്ല, നമ്മൾ തന്നെ കണ്ടിട്ടില്ല, ഇപ്പം പുരുഷന്മാരോട് ആരോടെങ്കിലും കയറി ഒരു പെൺകുട്ടി കയറി എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പോൾ അവൻ്റെ കൂട്ടുകാർ തന്നെ അവനോട് ഉപദേശിച്ച് കൊടുക്കുന്നതാണ്, എടാ അവളല്ലേ ഇങ്ങോട്ട് വന്ന് ഐ ലവ് യു പറഞ്ഞു. അപ്പോൾ അവൾ അത്ര ശരിയല്ല, കാരണം സാധാരണ പെൺപിള്ളേർ ഇങ്ങോട്ട് വന്ന് പറയത്തില്ലോ. അപ്പോൾ അവൾക്ക് എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ അവൾ മോശക്കാരിയാണ്, അവൾ ഇങ്ങനെ ഈ രീതി വഴുതിട്ട് നടക്കുന്ന ഏതോ പെങ്കൊച്ചാണ്, ഇളക്കക്കാരിയാണ്, അപ്പോൾ അവൾ നിന്നെ ചതിക്കാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കാം. അപ്പോൾ ഇതാണ് സമൂഹത്തിന് പൊതുവായിട്ടുള്ള ഒരു ധാരണ അവളെക്കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾക്ക് സ്വാഭാവികമായിട്ടൊരു ഭയം ഉണ്ടാവും, തനിക്കിങ്ങനെ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആ ഒരു പുരുഷൻ പോലും തന്നെ തെറ്റിദ്ധരിക്കുമോ എന്നുള്ളൊരു പേടി അവൾക്കുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സമൂഹത്തിൻ്റെ ധാരണകളെയൊക്കെ തിരുത്തി കുറയ്ക്കുന്ന ഒരു സിനിമയാണ് ഓം ശാന്തി ഓശാൻ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഇത് വളരെയധികം ട്രെൻഡായിട്ട് ഓടാൻ കാരണം അതാണ്. കാരണം നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താണ്, പുരുഷനാണ് എപ്പോഴും പെൺകുട്ടികളുടെ പുറകെ നടക്കുന്നത്. അപ്പോൾ അന്ന് വരെയുള്ള സിനിമകളിൽ ഏത് സിനിമ എടുത്താലും നമുക്ക് കാണാം, നായകൻ എപ്പോഴും നായികയുടെ പുറകെ നടന്ന് ചേസ് ചെയ്ത് ഇനി ഇത് നായികയ്ക്ക് ഇഷ്ടമില്ലെങ്കിലും പുറകെ നടന്ന് അവളെ വീഴ്ചെടുക്കുന്ന ഒരു കാഴ്ച. കാരണം അതാണ് സമൂഹത്തിൻ്റെ ധാരണ, ആണാണ് പെണ്ണിൻ്റെ പുറകെ നടക്കേണ്ടത്. പക്ഷേ ഈ ഓം ശാന്തി ഓശാനയിൽ നമ്മൾ നേരെ തിരിച്ച് കാണുന്നു. ഇവിടെ ഒരു കൗമാരക്കാരിയായിട്ടുള്ള ഒരു പെൺകുട്ടി ഒരു പുരുഷൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടറിൽ വളരെയധികം ഇമ്പ്രസ്ഡ് ആവുന്നു, ആകൃഷ്ടയാവുന്നു, അവൻ്റെ പൗരുഷത്തിൽ അവൾ വളരെയധികം അവൾക്ക് മതിപ്പ് തോന്നുന്നു. അപ്പോൾ അവനെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണമെന്ന് അവൾക്ക് ആഗ്രഹം വരുന്നു. അങ്ങനെ അവൻ്റെ പുറകെ അവൾ നെട്ടോട്ട് ഓടി നടക്കുന്നു, അവനെ ചേസ് ചെയ്യുന്നു, അവനെ ഇഷ്ടമാണെന്ന് പറയുന്നു. അപ്പോൾ ഇതിലൂടെയൊക്കെ ആ ഒരു സിനിമയിലൂടെ കൺവേ ചെയ്യുന്ന ഒരു മെസ്സേജ്, അപ്പോൾ സ്ത്രീകളും ഈ രീതിയിൽ പുരുഷനെ ചേസ് ചെയ്യാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ സമൂഹം അവരുടെ ആ ഒരു കാഴ്ചപ്പാടിൽ വരുത്തിയിരിക്കുന്ന വ്യത്യാസം കൊണ്ടും സമൂഹത്തോടുള്ള ആ സമൂഹത്തിൻ്റെ ആ ഒരു എക്സ്പെക്റ്റേഷൻ കീപ്പപ്പ് ചെയ്യാനൊക്കെ സ്ത്രീകൾ അടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ ഒരു ചിന്ത ഇല്ലാത്തത് കൊണ്ടല്ല എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പുരുഷന്മാരെന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി രണ്ടാമത്തെ, പെൺകുട്ടികൾ അവരുടെ ഇഷ്ടം തുറന്നു പറയാൻ മടി കാണിക്കുന്നതും പിടികൊടുക്കാതിരിക്കുന്നതിൻ്റെയൊക്കെ മറ്റൊരു കാരണം ഫിയർ ഓഫ് റിജക്ഷനാണ്. പലപ്പോഴും പുരുഷന്മാർ വിചാരിച്ച് വെച്ചേക്കുന്ന ഒരു കാര്യം, തങ്ങൾക്ക് മാത്രമേ ഈ ഫിയർ ഓഫ് റിജക്ഷൻ ഉള്ളൂ, അല്ലെങ്കിൽ താനിങ്ങനെ ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യുമ്പോൾ ആ പെൺകുട്ടി എന്നെ നിരസിച്ചാലോ അല്ലെങ്കിൽ എൻ്റെ സ്നേഹം അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലോ എന്നുള്ളൊരു പേടി പുരുഷന്മാർക്ക് മാത്രമുള്ളതെന്നാണ് പുരുഷന്മാർ വിചാരിച്ചേക്കുന്നത്. പക്ഷേ സ്ത്രീകൾക്കും ഈ പറഞ്ഞ പേടിയുണ്ട്. അതായത് അവരും മനുഷ്യരാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് പേടിയുണ്ട്. ഞാനൊരു പുരുഷനോട് ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നെ സ്വീകരിച്ചില്ലെങ്കിലോ, അവൻ എൻ്റെ സ്നേഹത്തെ തള്ളിക്കളഞ്ഞാലോ അതെനിക്ക് വലിയ ഷോക്കായിരിക്കും. അപ്പോൾ ആണുങ്ങളെപ്പോലെയല്ല പെൺകുട്ടികൾ ഒരാളെ അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതവർ വളരെ പൂർണ്ണമായിട്ടും പല പെൺകുട്ടികളും മനസ്സ് കൊടുത്ത് അങ്ങ് ഇഷ്ടപ്പെട്ടു പോകും. അപ്പോൾ അങ്ങനെ ഇഷ്ടപ്പെട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് അവൻ ആ സ്നേഹം നിരാകരിച്ചു കഴിഞ്ഞാൽ അവൾക്കതൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല.
അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം അവളെ തന്നെ പരിശീലിപ്പിക്കുകയാണ്, വേണ്ട അങ്ങനെ ഒരു ഇഷ്ടത്തിന് പോകണ്ട, ആവശ്യമില്ലാത്തൊരു ഇഷ്ടത്തിന് പോകണ്ട, വെറുതെ ഞാൻ തന്നെ എന്തിനാണ് ഇങ്ങനെ പിന്നെ പെയിൻ അനുഭവിക്കുന്നതിനിടയാവുന്നത്, എന്തിനാണ് വെറുതെ വഴിയെ പോകുന്ന വേദന ഞാൻ ചോദിച്ചു വാങ്ങുന്നത്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവനെ കിട്ടിയില്ലെങ്കിലോ അല്ലെ അവൻ എന്നെ ഇഷ്ടമായില്ലെങ്കിലോ, അപ്പോൾ അതുകൊണ്ട് വേണ്ട അവനെ പ്രപ്പോസ് ചെയ്യേണ്ട, ഇനി അവന് വേണമെങ്കിൽ അവൻ എന്നെ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്യട്ടെ, അവൻ ഫസ്റ്റ് മൂവ് എടുക്കട്ടെ എന്നൊക്കെയാണ് പെൺകുട്ടികൾ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് നിങ്ങൾ ഒരുപക്ഷെ ഇഷ്ടമായെങ്കിൽ പോലും നിങ്ങളിൽ അട്രാക്റ്റഡ് ആണെങ്കിൽ അവരത് തുറന്ന് പറയത്തില്ല, അവരിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾ എപ്പോഴാണ് അവരോട് ഇഷ്ടം പറയുക എന്നുള്ളത്. അപ്പോൾ അവർക്കും അങ്ങനെ ഒരു ഫിയർ ഓഫ് റിജക്ഷൻ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ പുരുഷന്മാരെന്താണ് ചെയ്യേണ്ടത് അത് ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് പറയുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ടും കേൾക്കുക. ഇനി മൂന്നാമത്തെ, ഷീ തിങ്സ് അബൌട്ട് ദ പോസിബിൾ കോൺസിക്വൻസസ് ആൻഡ് സൈഡ് എഫക്ട്സ്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിലുണ്ടാവാൻ പോകുന്ന ഇതിൻ്റെ മോശമായിട്ടുള്ള വശങ്ങളെക്കുറിച്ചും പെൺകുട്ടികൾ കടന്ന് ചിന്തിക്കൂ എന്നുള്ളതാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുകൊണ്ട് എന്തൊക്കെ പ്രത്യാഘാതങ്ങളാണ് എൻ്റെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നത്, ഇത് എത്രയൊക്കെ മോശമായിട്ടായിരിക്കും എന്നെ അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്, എൻ്റെ കുടുംബത്തിൽ ഇത് അറിഞ്ഞാൽ എന്താവും സ്ഥിതി, അപ്പോൾ ഇവനെ എനിക്കിപ്പോൾ ഇഷ്ടമാണ്, പക്ഷേ ഇത് ഞാനിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടു പോയാൽ പിന്നെ ഇത് തുടങ്ങി കഴിഞ്ഞാൽ നിർത്താൻ പറ്റത്തില്ല, അപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരിക, ഞാൻ എങ്ങനെയാണ് മറ്റുള്ളവരോട് ഇതിനുള്ള ഉത്തരം പറയുക, മറ്റുള്ളവർ ഇത് അറിഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഇത് രഹസ്യമാക്കി വെക്കുക, അങ്ങനെ പല ചിന്തകൾ പെൺകുട്ടികളുടെ മനസ്സിലൂടെ കടന്നു പോകും. അപ്പോൾ ഇതൊക്കെ പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്കും അവർ വിചാരിക്കും ബെറ്റർ ഇതിപ്പോൾ എക്സ്പ്രസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്, കാരണം ഞാൻ ഈ ഒരു വടി കൊടുത്ത് അടി മേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്നോർത്തിട്ടാണ് അവർ പലപ്പോഴും ഇത് പറയാതെ പോകുന്നത്. ഇനി നാലാമായിട്ട് അൺഇൻ്റർപ്രറ്റഡ് ഫീലിങ്സ് ആണ്. അതായത് പുരുഷന്മാരുടെ ഒരു പ്രത്യേകതയാണ്, അവർക്കിപ്പോൾ ഒരു പെൺകുട്ടി ഇഷ്ടമാണെങ്കിലും അവർ ചിലപ്പം മിക്സ്ഡ് സിഗ്നൽസ് കൊടുക്കും. അതായത് അവനിത് അവളോട് ഇഷ്ടമാണെന്ന് പറയാനായിട്ട് ഭയമുണ്ടാവില്ല, ആ പെൺകുട്ടി എന്ത് വിചാരിക്കും. അപ്പോൾ ഈ പുരുഷന്മാർക്ക് ഈ ഫിയർ ഓഫ് റിജക്ഷൻ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അപ്പോൾ ഞാൻ ഇവളെ പ്രപ്പോസ് ചെയ്താൽ ഇവളത് എങ്ങനെ എടുക്കും എന്നൊക്കെ പേടിയായതുകൊണ്ട് അവർ ചിലപ്പോൾ ഈ ഒരു ഇഷ്ടം മറച്ചു വെച്ചിട്ട് ചിലപ്പോൾ അവർ സൗഹൃദം ഭാവിക്കും. അതായത് ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവൾ എന്നെ ഇഷ്ടമാണെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഇവളുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാനായിട്ട് ആദ്യമേ ഫ്രണ്ട്ഷിപ്പൊക്കെ തുടങ്ങും. എന്നിട്ട് നമ്മൾ അവളോട് പറയും നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, അല്ലെങ്കിൽ ചിലവർ പറയും നീ എനിക്ക് പെങ്ങളെ പോലെയാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികൾ കുറേ കൂടിയൊക്കെ സത്യസന്ധരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ നിങ്ങൾ പറയുന്നതായിരിക്കും മുഖവിലേക്ക് എടുക്കുക. അപ്പോൾ നിങ്ങൾ അവളെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അവൾക്ക് മിക്സഡ് സിഗ്നൽസ് കൊടുത്ത് അവളെ കൺഫ്യൂസ് ചെയ്യിക്കരുത്. അപ്പോൾ അവൾക്ക് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ പോലും നിങ്ങൾ അവളോട് പറയുകയാണ് നീ എനിക്ക് പെങ്ങളെ പോലെയാണ്, ആ രീതിയിലാണ് ഞാൻ കാണുന്നത് എന്ന് പറയുമ്പോൾ അവൾ അതാണ് വിശ്വസിക്കുക. അപ്പോൾ അവൾക്ക് തോന്നും അപ്പോൾ ഇവൻ എന്നോട് ഇങ്ങനെ സ്നേഹമായിട്ട് കാണിക്കുന്നത് ഒരുപക്ഷെ പെങ്ങളോടുള്ള ഇഷ്ടമായിരിക്കും ഇനി പറയുന്നത്, അപ്പം ഞാനതിനെ മിസ്ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ ഇതൊരിക്കലും അവനെ അങ്ങോട്ട് കയറി സ്നേഹിച്ചാൽ ശരിയാവത്തില്ല, കാരണം അവന് എന്നോട് ആ സ്നേഹമില്ല എന്ന് അവൾ ചിന്തിക്കും. അത് തന്നെ അവൻ ബെസ്റ്റ് ഫ്രണ്ട് ആവാമെന്ന് പറയുന്നു, അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സ് ആവാമെന്ന് പറയുന്നു. അപ്പോഴും അവൾ വിചാരിക്കണം അവൻ്റെ ഫ്രണ്ട്ഷിപ്പിനെ ഞാൻ മിസ്യൂസ് ചെയ്യാൻ പാടില്ല, അപ്പോൾ അവനോട് അങ്ങനെ ഒരു സ്നേഹം തുടങ്ങാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവൾ പിന്നെ നിങ്ങളെ ഫ്രണ്ടായിട്ട് മാത്രമേ കാണത്തുള്ളൂ. അപ്പോൾ ഇവിടെ വേണ്ടത് ക്ലാരിറ്റിയാണ്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റൻഷൻ എന്നാണെന്ന് നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവൾക്കത് വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ സ്ത്രീകൾ എപ്പോഴും ഇഷ്ടപ്പെടുക തങ്ങളുടെ ഇൻറ്റൻഷൻസ് മറയില്ലാതെ അത് ധൈര്യപൂർവ്വം മുഖത്ത് നോക്കി തുറന്നു പറയാൻ ധൈര്യം കാണിക്കുന്ന പുരുഷന്മാരെയാണ്. അല്ലാത്തവരെ അവൾ ശരിക്കും മുഖവിലേക്ക് എടുക്കത്തില്ല എന്നുള്ളതാണ്. അത് തന്നെയല്ല, നിങ്ങൾ അവൾക്ക് എപ്പോഴും ഒരു മിക്സ്ഡ് ഫീലിങ്സ് കൊടുത്തുകൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ അൺഇൻ്റർപ്രറ്റഡ് ആയിട്ടുള്ള വിശദീകരിക്കാത്ത ക്ലാരിറ്റി ഇല്ലാത്ത ക്ലൗഡഡ് ആയിട്ടുള്ള ആ രീതിയിലുള്ള ഒരു പുകമറ സൃഷ്ടിക്കുന്ന രീതിയിൽ ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ അവളെ കൂടുതൽ കൺഫ്യൂസ്ഡ് ആക്കുന്ന രീതിയിലുള്ള സിഗ്നൽസ് ആണ് കൊടുക്കുന്നതെങ്കിൽ അവൾക്കിത് വേണ്ട രീതിയിൽ വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. നിങ്ങളുടെ സ്നേഹം അത് ഇന്ന രീതിയിലുള്ള സ്നേഹമാണെന്ന് അവൾക്കത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവളത് തെറ്റിദ്ധരിക്കുകയും ഓക്കെ നിങ്ങളോട് ആ ഒരു രീതിയിലുള്ള ഒരു റിലേഷൻ സ്ഥാപിക്കാനായിട്ട് മടിക്കുകയും ചെയ്യും. അല്ലെ അവൾക്ക് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ തന്നെ അവൾ പിന്നെ അത് ഒരിക്കലും തുറന്നു പറയത്തില്ല എന്നുള്ളതാണ്. ഇനി അഞ്ചാമതായിട്ട് ഷീ ക്രൈവ്സ് ഫോർ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്നുള്ളതാണ്. അതായത് പെൺകുട്ടികൾ ഒരിക്കലും തങ്ങളുടെ സുരക്ഷ കൈവിട്ടിട്ട് ഒരു കാര്യത്തിന് നിന്നു തരത്തില്ല. കാരണം അവർ ഇങ്ങനെ ഒരു സ്നേഹബന്ധത്തിൽ തുടങ്ങണമെന്ന് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നിങ്ങളോട് ഇഷ്ടമാണെങ്കിൽ പോലും അവരെപ്പോഴും നോക്കുന്നത് അവർ സേഫ് ആണോ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ അവൾക്ക് എന്തെങ്കിലും ഒരു സേഫ്റ്റി ഉണ്ടോ. ഉദാഹരണത്തിന് നിങ്ങൾക്ക് വലിയ ഒരു സ്റ്റെബിലിറ്റി ഒന്നും ഇല്ലാത്ത ആളാണ്, അതല്ലെങ്കിൽ നിങ്ങളെ ഒട്ടും വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരാളാണ്, അതിനല്ലേ നിങ്ങൾ വളരെയധികം സംശയം ജനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്നു, നിങ്ങളുടെ സ്നേഹം ഒട്ടും ജെന്യൂൻ അല്ല എന്ന് നമുക്ക് തോന്നുന്നു, നിങ്ങൾ അവളോട് കൂടെ കള്ളങ്ങൾ പറയുന്നു. ഇപ്പോൾ കള്ളങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ പെണ്ണുങ്ങൾ പെട്ടെന്ന് നിങ്ങളെ സംശയിക്കാൻ തുടങ്ങും, നിങ്ങൾ ജെന്യൂൻ അല്ലാത്തൊരു പേഴ്സൺ ആണെന്ന്. അപ്പോൾ നിങ്ങളുടെ തന്നെ ചില ആക്ഷൻസ് കൊണ്ട് അവർക്ക് നിങ്ങൾ അത്ര പോരാ, നിങ്ങൾ മോശക്കാരാണ് എന്നവർക്ക് തോന്നിക്കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളോട് അവർക്ക് ഉള്ളും കൊണ്ട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവളത് മറക്കാൻ തയ്യാറാവും. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ ഉദ്ദേശിക്കുന്ന ഒരു സേഫ്റ്റി നിങ്ങളുടെ നിന്ന് കിട്ടത്തില്ല എന്ന് അവർക്ക് തോന്നും.
അതിപ്പോൾ ഏത് രീതിയിലാണേലും നിങ്ങൾ പല രീതിയിലും ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരു മനുഷ്യനാണെങ്കിൽ ആ ഒരു ഇൻസെക്യൂരിറ്റി അവൾക്കും ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു സ്നേഹബന്ധത്തിൽ ഇറങ്ങി പുറപ്പെടുമ്പോൾ നമ്മൾ അതിന് ഉള്ളൊരു ക്വാളിറ്റി നമുക്കുണ്ടായിരിക്കണം. നമ്മൾ ആവശ്യമായിട്ടുള്ള പക്വതയും ആവശ്യമായിട്ടുള്ള പ്രായവും നമുക്കുണ്ടായിരിക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഫിനാൻഷ്യൽ സെക്യൂരിറ്റി നമുക്കുണ്ടായിരിക്കണം. സ്വന്തം കാലം നിൽക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അപ്പം നമുക്ക് സ്വന്തമായിട്ടൊരു വരുമാന മാർഗ്ഗമൊന്നും ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു സ്നേഹബന്ധം തുടങ്ങിയാൽ പോലും അവൾ ആഗ്രഹിക്കുന്ന ഒരു സേഫ്റ്റി നമ്മളിൽ നിന്നും കിട്ടാതെ വരും. അവൾ ആഗ്രഹിക്കുന്ന രീതി അവൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാതെ വരും. കാരണം ലോകത്തിലെ ഏറ്റവും സെക്യൂർ ആയിട്ടുള്ള ഒരു സ്ഥലം, ഞാൻ ഏറ്റവും കൂടുതൽ സുരക്ഷിതനായിരിക്കുന്ന ഇവൻ്റെ കൂട്ടത്തിലാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ പെൺകുട്ടികൾക്ക് നമ്മളോട് ആ ഒരു ഇഷ്ടം തുറന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവൾക്ക് നിങ്ങൾ നല്ല സുന്ദരനായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കാം, അല്ല ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഫിസിക്കലായിട്ട് നിങ്ങളോട് അട്രാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ പോലും അവൾക്ക് ആ ഒരു സെക്യൂരിറ്റി തോന്നുന്നില്ലെങ്കിലും അവളിങ്ങനെ നിങ്ങളോട് ഇഷ്ടമാണെന്നൊന്നും തുറന്ന് പറയത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇനി നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഇതൊക്കെ പുരുഷന്മാർക്ക് പരിഹരിക്കാൻ പറ്റുക? അപ്പോൾ ഇങ്ങനെ ഈ പെൺകുട്ടികൾ പിടിതരാതെ നടക്കുമ്പോൾ, അല്ലെങ്കിൽ സ്നേഹം തുറന്ന് പറയാതെ നടക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ പെൺകുട്ടികളായിരിക്കുകയാണ് പുരുഷൻ ഫസ്റ്റ് മൂവ് എടുക്കണം. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. പുരുഷന്മാരുടെ ഏറ്റവും വലിയൊരു പ്രശ്നം, പുരുഷന്മാർ ചാടിക്കേറി ഫസ്റ്റ് മൂവ്മെൻറ്റ് എടുക്കും എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുരുഷന് ഏറ്റവും വേണ്ട ഒരു കാര്യം പേഷ്യൻസ് ആണ്. അതായത് ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ തന്നെ പെൺകുട്ടികളുടെ ഒരു ഇതനുസരിച്ച് പെൺകുട്ടികൾ അങ്ങനെ പെട്ടെന്നൊരു സ്നേഹബന്ധത്തിലൊന്നും വീഴത്തില്ല. പുരുഷൻ പെട്ടെന്ന് തന്നെ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഒരു പെൺകുട്ടിയായിട്ട് പ്രണയത്തിൽ വീഴാനുള്ള ഒരു കഴിവ് പുരുഷനുണ്ട്. പക്ഷേ പെൺകുട്ടികൾ അങ്ങനെയല്ല. അവർ ദിവസങ്ങളോളം മാസങ്ങളോളം ഒരു പുരുഷനെ ഒബ്സർവ് ചെയ്ത് ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉറപ്പാക്കി അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ല, എനിക്കിത് സേഫാണ്, ഇതിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏർപ്പെടാൻ കഴിയും എന്നൊക്കെ അവർക്ക് തന്നെ മനസ്സിൽ ഇത് പ്രോസസ്സ് ചെയ്ത് ഓക്കെ ആയിട്ട് അവർക്ക് തോന്നണം. അങ്ങനെയാണ് പിന്നെ നിങ്ങളുടെ സ്വഭാവം എല്ലാം അവരിങ്ങനെ നോക്കും. എല്ലാം കൊണ്ടും അവൾക്ക് ഓക്കെ ആണ് നിങ്ങളോട് ഇത് സ്നേഹം തുറന്നു പറയാം എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ അവൾ തുറന്നു പറയത്തുള്ളൂ. അപ്പോൾ നമ്മളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളും ചാടിക്കേറി ഇഷ്ടമാണെന്ന് പറയരുത്. മറിച്ച് ചെയ്യേണ്ടത് തന്നെയാണ്, അവരിൽ നമ്മൾ വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ്, അവരോട് നമുക്ക് ഇഷ്ടമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ പെരുമാറ്റത്തിൽ കൂടെ നമുക്ക് ബിഹേവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പെരുമാറ്റം കാണുമ്പോൾ അവൾക്ക് തോന്നണം അവളോട് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ അവൾ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ ഒരിക്കലും നമ്മൾ നമ്മുടെ വാക്കുകൊണ്ട് അത് തുറന്ന് പറയാനേ പാടില്ല. മറിച്ച് നമ്മൾ അനുയോജ്യമായിട്ടുള്ളൊരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. കാരണം നമ്മളെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ തന്നെ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കുക. നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ജെൻറ്റിലായിട്ട് തന്നെ ബിഹേവ് ചെയ്യുക. ബാക്കി മോശമായിട്ടുള്ള ഒരു രീതിയിലും ബിഹേവ് ചെയ്യാൻ പോകരുത്. ഏറ്റവും നല്ല രീതിയിൽ തന്നെ ബിഹേവ് ചെയ്യുക. അവർക്ക് നമ്മളെക്കുറിച്ച് നല്ല ഇംപ്രഷൻ കൊടുക്കുക. അനുയോജ്യമായിട്ടുള്ള ഒരു സമയത്ത് മാത്രമേ ഫസ്റ്റ് മൂവ്മെൻറ്റ് എടുക്കാറുള്ളൂ. അത് നമ്മൾ ചെയ്യേണ്ടത് അവരോട് നമുക്ക് ഇഷ്ടമാണ് എന്ന് വേണമെങ്കിൽ തുറന്ന് മുഖത്ത് നോക്കി പറയാം. അതുമല്ലേ നമുക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് അയക്കാം. അപ്പം നമ്മുടെ ഇഷ്ടം നമ്മൾ ഏറ്റവും പ്രോപ്പറായിട്ടുള്ള ഒരു സമയത്ത് ചാടിക്കയറി പറയുകയല്ല, കുറച്ച് നാളത്തെ പരിചയത്തിന് ശേഷം ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഏറ്റവും അവർക്ക് നമ്മളെ ഇഷ്ടമാണ് എന്ന് നമുക്ക് ഫീൽ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം ഏത് രീതിയിലും എക്സ്പ്രസ് ചെയ്യാം. അങ്ങനെ എക്സ്പ്രസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ചാടിക്കയറി അയ്യോ നീ ഉത്തരം പറഞ്ഞില്ലല്ലോ, ഇഷ്ടമാണോ ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ എന്ന് പറഞ്ഞ് പുറകെ നടന്ന് ശല്യപ്പെടുത്തരുത്. പല പുരുഷന്മാരുടെ ഒരു സ്വഭാവമാണ്, പുറകെ നടന്നിങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോൾ അവൾക്ക് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ പോലും അവൾക്കത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, അവൾ പോലും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സമയമാണ്. അപ്പോൾ അവളുടെ മനസ്സിലൊരു വാർ നടക്കുകയാണ്, ഒരു വലിയ യുദ്ധം നടക്കുകയാണ്, ഇവനെ ഇഷ്ടമാണെന്ന് പറയണോ വേണ്ടയോ. അപ്പോൾ അങ്ങനെ അവൾ തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങൾ പോയിട്ട് പഠിക്കൽ കൊണ്ട് കല ഉടയ്ക്കുന്ന പരിപാടി കാണിക്കുന്നത്. ചാടിക്കയറി അവളെ ഫോഴ്സ് ചെയ്യുകയാണ്, നീ ഇത് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഒട്ടനെ അവൾക്ക് നിങ്ങളോടുള്ള എല്ലാ ഇംപ്രഷനും പോയിട്ട് അവൾ നിങ്ങളോട് നോ പറയും, നിങ്ങളെ റിജക്റ്റ് ചെയ്യുന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾ അവൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു സ്പേസും ടൈമും കൊടുത്താൽ അവൾ തിങ്ക് ചെയ്ത് നിങ്ങളെ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സേഫ് ആണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഓക്കെ, അവൾ നിങ്ങളോട് ചിലപ്പോൾ യെസ് പറയാനുള്ള സാധ്യതയാണ് കൂടുതൽ. പക്ഷേ ആ ഒരു സാധ്യത നിങ്ങൾ തന്നെ അവളെ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടുത്തും, നിങ്ങൾ തന്നെ പഠിക്കൊണ്ട് കല ഉടയ്ക്കും എന്നുള്ളതാണ്. നമ്മളെപ്പോഴും യെസ് ഓർ നോ ഇതിലേതെങ്കിലും ഒന്ന് സ്വീകരിക്കാൻ തയ്യാറായിരിക്കണം. നമ്മൾ അവരോട് ഇഷ്ടം പറയുമ്പോഴും എല്ലാ കേസിലും അവർക്ക് നമ്മളെ ഇഷ്ടമാണെന്ന് ഒരു നിർബന്ധമില്ല, അല്ല അവർ നമ്മളോട് യെസ് പറയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അപ്പോൾ അത് അവരുടെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുക. അവർ യെസ് ഓർ നോയോ പറഞ്ഞോട്ടെ, അത് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാണ്. യെസ് ആണെങ്കിലും നോ ആണെങ്കിലും നമ്മളവിടെ കോൺഫിഡൻ്റ് ആണ്. എനിക്കിപ്പം ആ പെൺകുട്ടിയുടെ വാലിഡേഷൻ ആവശ്യമില്ല, ഞാൻ ആരാണെന്ന് എനിക്കറിയാം, എൻ്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട്, അപ്പോൾ അവരെന്നെ റിജക്റ്റ് ചെയ്താലും എനിക്ക് പുല്ലാണ് എന്നുള്ള ഒരു കോൺഫിഡൻസിൽ നിൽക്കുമ്പോഴാണ് പെൺകുട്ടികൾക്ക് അത് വളരെയധികം ഒരു മാഗ്നറ്റിക് അട്രാക്ഷനായിട്ട് തോന്നും. അതായത് നമ്മളൊരു ഗ്രാവിറ്റിയുടെ ഫോഴ്സ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ നമ്മൾ അവരെ വലിച്ചെടുപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അട്രാക്ഷൻ പുരുഷന്മാർക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളിങ്ങനെ ക്ഷമയോടെ നിന്നാൽ മാത്രം മതി. നമ്മൾ അവരെ ഇഷ്ടമാണ്, താല്പര്യം ഉണ്ടെന്നുള്ളൊരു ക്ലൂസ് മാത്രം കൊടുത്താൽ മതി. അവർ തന്നെ നമ്മളോട് പിന്നെ ഇങ്ങോട്ട് വന്ന് ഇഷ്ടമാണെന്നുള്ളത് പറയുന്നതായിരിക്കും. അതായത് നമ്മൾ അങ്ങോട്ട് പിന്നെ ഫസ്റ്റ് മൂവ് എടുത്ത് നിങ്ങളെനിക്ക് ഇഷ്ടമാണെന്ന് പറയേണ്ട കാര്യമില്ല. നമ്മളെ ഇഷ്ടമാണെങ്കിൽ അവർ തന്നെ ഇങ്ങോട്ട് വന്ന് പറയുമെന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ളൊരു ടൈം ആൻഡ് സ്പേസ് കൊടുക്കുക. നമ്മളത് കാം ആൻഡ് ക്വയറ്റായിട്ട് വളരെ ഗ്രേസ്ഫുള്ളായിട്ട് മാത്രം നിൽക്കുക. ഒരിക്കലും അക്ഷമ കാണിച്ച് പുറകെ നടന്നവരെ വെറുപ്പിക്കാതിരുന്നാൽ മാത്രം മതി, കാര്യങ്ങളെല്ലാം ശുഭമാവും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു, ഇഷ്ടമെങ്കിൽ ലൈക്ക് തരാനായിട്ട് മറക്കരുത്. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. നന്ദി.